ചോറ്റാനിക്കരയിൽ നിന്നുള്ള അതിദാരുണമായ ഒരു വാർത്ത വന്നിരുന്നു. അതിൻ്റെ അപ്ഡേഷനാണ്. 19 വയസ്സുകാരിയെ പോക്സോ അതിജീവിത ആ കുട്ടിക്കെതിരായ വധശ്രമ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. വധശ്രമം, ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, പറയൂ, ഇയാളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഈ പോക്സോ അതിജീവിത ആയതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ പ്രതിയുടെ പേര് വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്രതിയുടെ പേര് അനൂപ് എന്നാണ്. തലയോലപ്പറമ്പ് സ്വദേശിയാണ്. 25 വയസ്സാണ്. ഇത് വെളിപ്പെടുത്തുന്നതിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. പോക്സോ അതിജീവിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല ഇയാൾ. ആൺസുഹൃത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ വരുന്നത് പ്രതി അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതിനിടയിൽ അതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കഴുത്തിൽ ഷാള് കുരുക്കുകയായിരുന്നു. ഇത് കണ്ട് അനൂപ് ഈ ഷാള് മുറിച്ച് നിലത്തിടുന്നു. പിന്നീട് പെൺകുട്ടി ബോധരഹിതയായി. ആ ഘട്ടത്തിൽ കുട്ടി മരിച്ചു എന്ന് കരുതി താൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നാണ് അനൂപ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പ്രാഥമികമായി ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അതല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഘടകവിരുദ്ധമായ സംഭവങ്ങളുണ്ടെങ്കിൽ അതിന് മൊഴി എടുക്കേണ്ടത് പെൺകുട്ടിയുടെയാണ്. പെൺകുട്ടിയുടെ മൊഴി നിലവിലെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ്. അതുകൊണ്ട് ഇയാൾ പറഞ്ഞ മൊഴി തന്നെ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഇയാൾക്കെതിരെ വധശ്രമവും അതോടൊപ്പം തന്നെ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റ് വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ ആ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്.